So now we are going to discuss the efficiency of the diesel engine. So നമുക്കറിയാം efficiency of diesel engine. നമുക്കറിയാം efficiency eta is equal to Q1 minus Q2 divided by Q1. That is equal to 1 minus Q2 by Q1. ശരിയല്ലേ? ഇനി ഇവിടെ Q1 എന്ന് പറയുന്നത് the heat absorbed by the working substance, where Q1 is the heat absorbed by the working substance during combustion. During combustion at constant pressure. At constant pressure. അത് നമ്മളുടെ ഗ്രാഫിൽ എവിടെയായിരിക്കും? Q1 എന്ന് പറയുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതാണ് അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഈ പോയിന്റ് 1000 ഡിഗ്രി സെൽഷ്യസ്. 1000 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പം ഡീസൽ അതിനകത്തോട്ട് ഡീസൽ ഫ്യൂവൽ സ്പ്രേ ചെയ്യുമ്പം അത് തന്നെ കത്തി 2000 ഡിഗ്രി സെൽഷ്യസ് ആകും. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് the pressure is a constant. So Q1, that is the BC line, B to C in the given indicated diagram. Now what is Q2? Q2 is the amount of heat rejected after working at a constant volume. At a constant volume. This is that point. ഇവിടെ വരുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആക്കി വിടും. ഇങ്ങോട്ട് പോവാതെ തന്നെ നേരെ തിരിച്ച് എ എന്ന് പറയുന്ന പോയിന്റിൽ തിരിച്ചു വരും. So from the indicated diagram, it is represented by D2A. ഇവിടെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഏതാണ്? അമൃത, യെസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഏതാണ്? അമൃത കേൾക്കാവോ? ഹലോ അമൃത, ഇവിടെ പറഞ്ഞ വർക്കിംഗ് സബ്സ്റ്റൻസ് ഏതാണ്? അൻസീന? എയർ. വെരി ഗുഡ്. ഇവിടെ എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കമ്പസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡീസൽ ഫ്യൂവൽ. തെറ്റിപ്പോകരുതെന്ന് ചോദിച്ചാൽ കേട്ടോ. എയർ ആണ് രണ്ട് കേസിലും വർക്കിംഗ് സബ്സ്റ്റൻസ്. നമ്മൾ ചെയ്തു വരുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. ഈറ്റയുടെ വാല്യൂ ആദ്യം ആൻസർ എഴുതിയേക്കെ, എന്നിട്ട് ഡിറൈവ് ചെയ്യാം. ഈറ്റ ഈസ് ഈക്വൽ ടു 1 minus Q2 by Q1. After solving that equation, it is obtained as 1 minus 1 by gamma into 1 by E, small e raised to gamma minus 1 by rho raised to gamma divided by 1 by E minus 1 by rho. ഇതാണ് നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും. ഈ ഡെറിവേഷനാണ് ഇതിന്റെ എസ് ആയിട്ട് ചോദിക്കുന്നത്. വെയർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഈക്വൽ ടു V1 by V3 ആൻഡ് റോ ഈക്വൽ ടു V1 by V2. V1 by V2, this one. That is adiabatic compression ratio. വോളിയം കുറയുക V1 നിന്ന് V2. So rho is the adiabatic compression ratio
ഗ്രാഫിലോ എ ടു ബി വരെ അല്ലേ? എ ടു ബി ഇൻ ദ ഇൻഡിക്കേറ്റർ ഡയഗ്രം. ഇനി E, small e is equal to V1 by V3, that is adiabatic expansion ratio. Adiabatic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നൊന്നുമില്ല, ലിബറേറ്റ് ചെയ്യുന്നുമില്ല. Adiabatic expansion ratio V1 to V3, V1 to V3 to V1, this one. That is represented in the indicator diagram C2D. അപ്പം എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഒരു ഷോർട്ട് ആൻസർ ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ ഇത്രയും കാര്യം. ഇനി നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കണം. ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ഗാമ. വേറെ ഗാമയുടെ വാല്യൂ എന്നാണ്? വാട്ട് ഈസ് ബൈ ഗാമ? ദയാൽ, വാട്ട് ഈസ് ബൈ ഗാമ? Sanjeev, what is the value of gamma? Thomas, what is value of gamma? Ancina, what is the value of gamma? Cp by Cv, constant. Gamma is equal to Cp by Cv, that is equal to a constant, or the ratio of Cp, specific heat capacity at a constant pressure, divided by specific heat capacity at a constant volume. So eta is equal to 1 minus 1 by gamma into 1 by e raised to gamma minus 1 by rho raised to gamma divided by ആ ടൈം തന്നെ 1 by e minus 1 by rho. Now we can derive this expression for eta. ഇത് മായ്ക്കുവാണേ, ആദ്യം മുതൽ ഡിറൈവ്. So for deriving this efficiency equation, first we consider unit mass of working substance. Working substance air ആണെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പം യൂണിറ്റ് മാസ് എയർ ആണ് നമ്മുടെ സിലിണ്ടറിനകത്തുള്ളതെന്ന് ആദ്യം അസ്യൂം ചെയ്യുക. കൺസിഡർ യൂണിറ്റ് മാസ് ഓഫ് working substance in the cylinder. ഇനി let നമ്മൾ പറഞ്ഞ പോലെ Q1 is the amount of heat absorbed by the heat engine. Let Q1 is the amount of heat absorbed. അപ്പോൾ ഈ Q1 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിയുമ്പം ടെമ്പറേച്ചർ വിൽ ബി ഇൻക്രീസ്ഡ് ഫ്രം T2 to T3. ഇവിടെ നിന്ന് ഇവിടം വരെ. ഇതാണ് Q1 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ആസ് ഇൻ ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് B2C. BC is the line representing the absorption of heat. ഇനി ഈ Q1നെ നമുക്ക് എഴുതാം Q1 ഈക്വൽ ടു, ശരിക്കും പറഞ്ഞാല് CP ആണോ CV ആണോ ഇവിടെ? അൻസീന, ഇവിടെ CP ആണോ CV ആണോ ഈ പോയിന്റില്? ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അപ്പം CP ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഇവിടുത്തെ വലിയ ടെമ്പറേച്ചർ T3 ആണ്. CP ഇൻറ്റു T3 മൈനസ് T2, അതാണ് ക്യൂവിൻ്റെ ഇക്വേഷൻ. സോ Q1 is equal to CP into T3 minus T2. Similarly, ഇവിടെ CP എന്നായിരുന്നു?
specific heat capacity at constant pressure. Now consider Q2. That Q2 is the amount of heat rejected. Heat reject ചെയ്യുന്നത് എപ്പോഴാണ്? After the opening of capital E. നമ്മൾ ഡീസൽ എഞ്ചിനിൽ ഇ എന്ന് പറയുന്ന എക്സോസ്റ്റ് വാൽവ് ആണ്. ഈ എക്സോസ്റ്റ് വാൽവ് തുറന്നു കഴിയുമ്പോൾ D2E അല്ലെങ്കിൽ D2A ഹിയർ ദ ഹീറ്റ് ഈസ് ലിബറേറ്റഡ് അല്ലെങ്കിൽ ഹീറ്റ് പുറത്ത് വിടും. ഹീറ്റ് പുറത്ത് വിടുന്നത് T4 ആണ് ഹൈ ടെമ്പറേച്ചർ, T1 ആണ് ലോ ടെമ്പറേച്ചർ. Then we can write it as Q2 is equal to, ഇവിടെ ഇത് അറ്റ് കോൺസ്റ്റന്റ് വോളിയാണ്. സോ CV into T4 minus T1. ക്ലിയർ ആയോ അൻസീന? രണ്ടും എഴുതിയത് Q1നെയും Q2നെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ടേമിൽ. Q1 അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, Q2 അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഇവിടെ CPയും CVയും. ഈ പോയിന്റിൽ T3 മൈനസ് T2, ഈ പോയിന്റിൽ T4 മൈനസ് T1, T4 മൈനസ് T1, T4 മൈനസ് T2. നമുക്ക് നമ്മുടെ ഇക്വേഷനിലോട്ട് കൊടുക്കാം. ഈറ്റ എന്ന് പറഞ്ഞാൽ എന്നാന്നാ പറഞ്ഞത്? 1 മൈനസ് Q2 ബൈ Q1. ഈ രണ്ട് ഇക്വേഷനോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എങ്ങനെയാകും? ഇറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് Q2 CV T4 minus T1 divided by CP T3 minus T2. That is equal to CP by CV ആണ് ഗാമ എന്ന് പറഞ്ഞത്. ഇവിടെ തലതിരിഞ്ഞാണ്. അപ്പൊ CV by CP that is equal to 1 by gamma. So 1 minus 1 by gamma into T4 minus T1 divided by T3 minus T2. That is taken as equation number 1. First equation കിട്ടി. ഇനി T4 minus T1 ഉം T3 minus T2 ഉം ഈ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ കിട്ടിയ 1 minus 1 by gamma 1 by e raised to gamma minus ആ വലിയ ഇക്വേഷൻ ആവും. ഇനി ഇത് രണ്ടും കണ്ടുപിടിക്കുക, ഇത് രണ്ടും കണ്ടുപിടിക്കുക, റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. സോ our equation number 1 or first equation is obtained like this: 1 minus 1 by gamma into T4 minus T1 divided by T3 minus T2, taken as equation number 1. Now ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വി കൺസിഡർ പോയിന്റ് എ ആൻഡ് ബി. കൺസിഡർ എ ആൻഡ് ബി. എ ആൻഡ് ബി വോളിയം കുറയുന്നു. ദാറ്റ് ഈസ് അഡിയബാറ്റിക് കംപ്രഷൻ. മുമ്പേ പറഞ്ഞാണ് പോയിന്റ് അഡിയബാറ്റിക് കംപ്രഷനാണ്. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും എന്താ സംശയമുണ്ട്? തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ഡീസൽ എഞ്ചിൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉണ്ട്. ആ ക്ലാസ്സും ഈ ക്ലാസ്സോടെ ഒന്നോടെ ഒരുമിച്ച് കൂടിയാണ് അഡിയബാറ്റിക് കംപ്രഷൻ. സോ അഡിയബാറ്റിക് പ്രോസസ് ഡെൽറ്റ Q 0 ആണ്. ദർ ഇസ് നോ ചേഞ്ച്. ഹീറ്റ് എടുക്കുന്നുമില്ല, പുറത്ത് വിടുന്നുമില്ല. ദെൻ നമുക്ക് അവിടെ എഴുതാം TV raised to gamma minus 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. അപ്പൊ ആദ്യം ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുവാണെങ്കിൽ എയിലെ T1 V1 raised to gamma minus 1 that is equal to ബിയിലെ T2 ഇവിടുത്തെ വോളിയം V2 raised to gamma minus 1 that is equation number 2. Similarly, consider C and D. That is adiabatic expansion.
And also in that case, delta Q is equal to 0 and T V raised to gamma minus 1 equal to a constant. ഇപ്പൊ 2 പോയിന്റ് സിയിലെയും ഡിയിലെയും എഴുതാം. ഇവിടെ സി ആണോ ഡിയിലാണോ ടെമ്പറേച്ചർ കൂടുതൽ? ഡിയിൽ. അപ്പൊ ആദ്യം ഡിയിൽ എഴുതിയേക്കാം. സോ അറ്റ് ഡി T4 V1 raised to gamma minus 1 equal to T3 V3 raised to gamma minus 1. That is equation number 3. Now subtract these two equations. Equation 3-ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പൊ നോക്കിയേ, ഇതിപ്പോ തിരിച്ചാ നിങ്ങൾ സിയും ഡിയും എഴുതിയാലും കുഴപ്പമില്ല. ഒന്നുകൂടെ തലതിരിച്ചെന്ന് വെച്ചാൽ V1-ന്റെ പവർ ഒരേ വശത്ത് വന്ന പോലെ ആക്കാൻ വേണ്ടി 3-ന് 2 കുറച്ച് കഴിഞ്ഞാൽ T4 മൈനസ് T1 ഈ വശത്ത് വരും. V1 raised to gamma minus 1 equal to, ഇവിടെ പക്ഷെ രണ്ടുമുണ്ട്. T3 V3 raised to gamma minus 1 minus T2 V2 raised to gamma minus 1. That is equation number 4. ഇവിടം വരെയും ക്ലിയർ ആയോ? നമുക്ക് T4 മൈനസ് T1-ഉം T3 മൈനസ് T2-ഉം ഡിവൈഡ് ബൈ ആയിട്ട് കിട്ടണം. അപ്പൊ ഇവിടെ കൊണ്ട് പ്രോസസ്സ് തീരില്ല. സോ ഞാൻ മായ്ക്കുവാണ്. ചോദിക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ ചോദിക്കുമ്പം പറഞ്ഞു തരണം. Now consider BC. Consider B to C in the indicator diagram. അതായത് അവിടെ എങ്ങനെയാണ്? പ്രഷർ ഒരു കോൺസ്റ്റന്റ്. Then by Charles law. Charles law എന്ന് പറഞ്ഞാൽ at constant pressure V is inversely proportional to T. V കൂടിയ T കുറവായിരിക്കും. സോറി, V directly proportional to T. ടെമ്പറേച്ചർ കൂടിയ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞ വോളിയം കുറയും. സോ V ബൈ T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. എവിടെ? അലോങ് B to C. അപ്പം അറ്റ് ദ പോയിന്റ് ബിയിൽ എങ്ങനെയായിരിക്കും? ബിയിലെ വോളിയം V2. V2 ബൈ T2 ഈക്വൽ ടു സിയിലെ V3 ബൈ T3 ഈക്വൽ ടു, ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അത് തമ്മിൽ കുറച്ചാലും there is no change. V3 മൈനസ് V2 ഡിവൈഡ് ബൈ T3 മൈനസ് T2. That is equation number. Equation number കൊടുക്കാം 5 കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇതിന് A എന്നോ ഇതിന് B എന്നോ ഇതിന് C എന്നോ കൊടുത്തു. തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ ഇക്വേഷൻ നമ്പർ 4 പറഞ്ഞേ അൻസീന. ഇക്വേഷൻ നമ്പർ 4 പറഞ്ഞേ. T4 minus T1 into ഞാൻ V1. എഴുതാനാണ്, ഒരു മിനിറ്റ്. പറഞ്ഞേ. T4 minus T1 into V1 raised to gamma minus 1 is equal to T3 V3 raised to gamma minus 1 minus T2 V2 raised to gamma minus 1. എന്നാ വെച്ചാൽ ഇതെല്ലാം തുല്യമായതുകൊണ്ട് ഓരോ ടേമിനെയും ഇതിന്ന് ഓരോ ടേമും കൊണ്ട് ഗുണിക്കും. അത് കൃത്യമായിട്ട് നോക്കണം. അത് തെറ്റിയാൽ പിന്നെ നമുക്ക് പാടായിരിക്കും. T4 മൈനസ് ഈ ടേമിനെ ഈ സിയുടെ ഫാക്ടർ കൊണ്ട് ഗുണിക്കുക. T3 V3 ഇതിനെ നമ്മൾ V3യും T3യും വരുന്ന B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ നമ്മൾ A കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇക്വേഷന് വേറെ വ്യത്യാസമൊന്നും പറ്റില്ല. സോ T4 മൈനസ് T1
V1 raised to gamma minus 1 into V3 minus V2 by T3 minus T2 equal to T3 V3 raised to gamma minus 1 into B V3 by T3 minus T2 V2 raised to gamma minus 1 into V2 by T2. ഇനി എന്നാ ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ടെമ്പറേച്ചറിനെ ഇങ്ങോട്ട് മാറ്റി ഇതിന് തന്നെ താഴത്തോട്ട് അങ്ങ് എഴുതുന്നേ ഉള്ളൂ. T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2. ഇവിടെ നോക്കിയേ V3 മൈനസ് V2 ഉണ്ടല്ലേ. പിന്നെ V1 റേസ് ടു ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞാൽ V1 റേസ് ടു ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞാൽ V1 റേസ് ടു ഗാമ ഡിവൈഡ് ബൈ V1 A raised to M by A raised to N സമ A raised to M minus. സോ ഇതും എഴുതി. പിന്നെ നമുക്കിവിടെ ഒരു V3 മൈനസ് V2 ഉണ്ട്. V3 മൈനസ് V2 ബൈ ഇവിടെ വരുന്ന V1 ഇൻറ്റു V1 റേസ് ടു ഗാമ. ശരിയാണോ അൻസീന? അതെ സർ. ഗുഡ്. അതായത് ഇതിനെ ഇങ്ങോട്ട് എഴുതി എല്ലാ ടൈം വന്നല്ലേ, ഇതിന് താഴെ ഇത് വന്നു, ഇതിവിടെ വന്നു. ഓക്കെ, ക്ലിയർ. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു ഇനി ഈ T3 ഈ T3യും ക്യാൻസൽ ചെയ്യും, ഈ T2 ഈ T2യും ക്യാൻസൽ ചെയ്യും. പിന്നെ മിച്ചമുള്ള എഴുതിയാണ് V3 റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ഗാമ. അപ്പം അതെങ്ങനെയാവും? V3 റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു V3 A raised to M into A raised to N A raised to M plus 1. V3 raised to gamma minus 1 plus 1. V3 raised to gamma മാത്രം. V3 raised to gamma minus V2 raised to gamma. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ടേമിനെ ഇവിടെ നിന്ന് താഴേക്ക് കൊണ്ടുവന്നാൽ റേസ് ടു ഗാമ കോമൺ ആയിട്ട് എടുക്കാം. സോ T4 minus T1 divided by T3 minus T2 into V3 minus V2 divided by V1 equal to V3 raised to gamma divided by V1 raised to gamma minus V2 raised to gamma divided by V1 raised to gamma. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ ഈ V3 മൈനസ് V2 ഡിവൈഡ് ബൈ V1നെ T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2 ഇൻറ്റു V3 ബൈ V1 മൈനസ് V2 ബൈ V1 എഴുതാം. ഈക്വൽ ടു V3 by V1 raised to gamma minus V2 by V1 raised to രണ്ടിനും കോമൺ ആയിട്ട് raised to gamma. ഈ ടേമിനെ മൊത്തമായിട്ട് ഇങ്ങ് കൊണ്ടുപോവാം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഡിനോമിനേറ്ററിൽ കൊണ്ട് അവിടെ കൊണ്ട് ഹരിക്കാം. സോ T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2 ദാറ്റ് ഈസ് ഈക്വൽ ടു V3 by V1 raised to gamma minus V2 by V1 raised to gamma divided by V3 minus V1 minus V2 by V1. എനിക്ക് തോന്നണം ആകാറായി തോന്നണം. ഇപ്പൊ T4 മൈനസ് T1 by T3 മൈനസ് T2 ഇതെല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ടൈം. അൻസീന ഇക്വേഷൻ നമ്പർ 1 പറഞ്ഞേ.
1 minus 1 by gamma. Remember, eta is equal to Eta is equal to 1 minus eta is equal to 1 minus 1 by gamma into T4 minus T1 by T3 minus T3 T2. minus T2. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഇക്വേഷൻ നമ്പർ കൊടുക്കാം. എത്ര വരെ ആയിരുന്നു? 5 വരെ ആയിരുന്നു. ഇനി 6 എന്ന് കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് 6 in 1 ഈ ടേമിന് പകരം ഇപ്പൊ കിട്ടിയ ടേം കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 1 by gamma into V3 by V1 raised to gamma minus V2 by V1 raised to gamma divided by V3 by V1 minus V2 by V1. ഇനി നമ്മൾ V3 by V1 എന്നാന്ന് എടുത്തു? V3 അല്ലെങ്കിൽ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നതുപോലെ V1 by V2 എന്ന് പറയുന്നത് റോ ആൻഡ് V1 by V3 എന്ന് പറയുന്നത് സ്മോൾ ഇ. നേരത്തെ നമ്മൾ ഇക്വേഷൻ ഇതിൽ എഴുതിയാണ്. ഇ എന്ന് പറയുന്ന എക്സ്പാൻഷൻ റേഷ്യോ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ. റോ എന്ന് പറയുന്ന V1 മുതൽ V2 വരെ അഡിയബാറ്റിക് കംപ്രഷൻ റേഷ്യോ. അപ്പൊ ഇവിടെ V3 by V1, അപ്പൊ ഇത് തിരിഞ്ഞു വരും അല്ലേ? 1 by E ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 1 by gamma into V3 by V1 എങ്ങനെ എഴുതാം? 1 by E raised to gamma minus V2 by V1. 1 by rho raised to gamma divided by V3 by V1. 1 by E minus 1 by rho. ഇതല്ലായിരുന്നോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ? ഇതായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയ നമുക്ക് കണ്ടുപിടിക്കേണ്ട expression for the efficiency. So the efficiency eta of the diesel engine, eta is equal to 1 minus 1 by gamma into 1 by E raised to gamma minus 1 by rho raised to gamma divided by 1 by E minus 1 by rho, where E equal to V1 by V3, rho equal to V1 by V2. Now we are discussing with the diesel engine, okay, after the petrol or auto engine. So it has some merit and demerits compared to the petrol or auto engine. So next heading, the advantage and disadvantage of diesel engine. Advantage of diesel engine. First advantage, the main advantage is that the eta of diesel engine is very, very greater than to that of eta of auto engine. പെട്രോൾ വണ്ടികളെക്കാൾ എഫിഷ്യൻസി കൂടുതൽ ഡീസൽ വണ്ടികൾക്ക്. നമുക്കറിയാം വലിയ ലോഡ് എടുക്കുന്ന എല്ലാം കൊണ്ടുപോകുന്നതെല്ലാം ഡീസൽ വണ്ടികൾ, ചരക്ക് നീക്കത്തിനും ചരക്ക് കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്നു. സോ ഇറ്റ് ഹാസ് മോർ എഫിഷ്യൻസി. So the eta of the diesel engine is greater than to that of eta of the petrol engine. പിന്നെ ഇവിടെ എങ്ങനെയായിരുന്നു? 1000 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2000 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഡീസൽ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ കത്തുവായിരുന്നു. ദാറ്റ് മീൻസ് the heat of compression causes the burning of the fuel completely without any ignition. അപ്പം അവിടെ എന്ന് പറയുമ്പം ഓട്ടോ എഞ്ചിന്റെ പടം ഓർത്താൽ അറിയാം, അതിനകത്തൊരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ആ സ്പാർക്ക് പ്ലഗിലേക്ക് സ്പാർക്ക് കൊടുക്കുമ്പോഴായിരുന്നു അത് കത്തുന്നത്. ബട്ട് ഹിയർ
there is no spark plug or there is no ignition. പുറത്തുനിന്ന് ഒരു സ്പാർക്ക് കൊടുത്തു തീ കൊടുത്തു ഇത് കത്തിക്കേണ്ട ആവശ്യമില്ല. 1000 നിന്ന് 2000 ഡിഗ്രി സെൽഷ്യസിലോട്ട് കംപ്രസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചർ ഉപയോഗിച്ച് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഡീസൽ അങ്ങ് കത്തും. So without ignition, the heat of compression causes the burning of the fuel completely. The next important point is that very less amount of fuel is required. The amount of fuel that is required is very less. So amount of fuel കുറവാണ് നമുക്ക് പറയാം it is more economic or it is cheaper and economic. And also the power that is measured in HP or the horsepower രണ്ട് മാർക്കിന് വെച്ചാൽ 4 പോയിന്റിൽ മിനിമം എഴുതണം. ഈറ്റ കൂടുതലാണ്, ഇഗ്നിഷൻ വേണ്ട, കുറച്ച് എന്നാ പറയുക ഡീസൽ മതി. So it is cheaper and economical, but it gives high or large power. The one and only ഒരു disadvantage actually discuss ചെയ്യാനുള്ളൂ. The disadvantage is that the heat engine is very heavier or heavier than auto engine or petrol engine, and also it requires a separate fuel pump. ഈ സിലിണ്ടറിനോട് ചേർത്ത് അവിടെയല്ല നമ്മൾ ഫ്യൂൽ വെക്കുന്നത്, വേറൊരു കുറച്ച് മാറ്റിയായിരിക്കും ഡീസൽ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഡീസൽ പമ്പ് ഇങ്ങ് കൊണ്ടുപോയി കണക്ട് ചെയ്യണം. സോ ഇറ്റ് ഓൾസോ റിക്വയർ ആൻ additional or separate fuel pump is required. So mainly we can say that the advantage are, and these are the advantage and disadvantage of the diesel engine. നമുക്ക് പറയാൻ പറ്റും ഡീസൽ വണ്ടികൾക്ക് അല്ലെ ഡീസൽ എഞ്ചിന് ഈ പറയുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല പവറാണ്, നല്ല എഫിഷ്യൻസിയാണ്, പ്രത്യേകം സ്പാർക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ കുറച്ച് ഫ്യൂവൽ മതി. അവർ കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ കൂടുതൽ വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും.